വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, BBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6ന്റെ ഹാൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് നിങ്ങൾ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6 ജൂലൈ 2025 ബാച്ചിന്റെ ഹാൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ പേര് കറക്റ്റ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ എവിടെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഗ്രാം ഏതാണെന്നുള്ളത്, നിങ്ങളുടെ സോഷ്യോളജി ആണോ അല്ലെങ്കിൽ BA മലയാളം ആണോ എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെമിസ്റ്റർ നമുക്ക് ഫസ്റ്റ് എന്നുണ്ടായിരിക്കും. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഈ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹാൾ ടിക്കറ്റിൽ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ID കാർഡിലുള്ള സെയിം എൻറോൾമെന്റ് നമ്പർ തന്നെയാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ എക്സാംസ് ആണോ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഹാൾ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനനുസരിച്ച് തന്നെ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വേണം എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് കോഴ്സ് വരുന്നത് ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി ഉണ്ടായിരിക്കും, സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഈ 4 പേപ്പറിന്റെ എക്സാം ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെമ്മിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ പ്രത്യേകം എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ടതാണ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഓരോന്നോരോന്നായി നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹാൾ ടിക്കറ്റിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രം എല്ലാവരും എക്സാം ഹാളിലേക്ക് കയറുക. അതുപോലെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക. ആരും തന്നെ ചെക്ക് ചെയ്യാതിരിക്കരുത്. ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇൻസ്ട്രക്ഷൻസ് ഒരു 2 തവണയെങ്കിലും വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറാനായിട്ട്. ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറയുന്നത്, നമുക്കിപ്പോൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ID കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, വോട്ടർ ID കാർഡ് ഉണ്ടായിരിക്കണം, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൽ ഏതാണ് ചോദിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ്, ആധാർ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റും മസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എക്സാമിന് 15 മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സാം ഹാളിൽ എത്തിയിരിക്കണം. എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിന്റെ ഫ്രണ്ടിലായിട്ട് എഴുതാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എഴുതണം, അതുപോലെ തന്നെ കോഴ്സ് ടൈറ്റിൽ വേണം, പിന്നെ കോഴ്സ് കോഡ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു ആൻസർ ബുക്ക്ലെറ്റിന്റെ മുകളിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, പെന്ന് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് മാത്രമേ നമുക്ക് എക്സാമിനേഷന് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ബാക്കിയുള്ള അതായത് റെഡ് ഇങ്ക് അല്ലെങ്കിൽ ഗ്രീൻ ഇങ്ക് പോലുള്ള പെന്നൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്, ഈ ഒരു പെന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഇലക്ട്രോണിക് ഡിവൈസ് ഒന്നും തന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് കയറ്റാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ടും എല്ലാവരും ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണ്, മെയിൻ എക്സാം ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെയാണ് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള
രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം എല്ലാവരും ഹാളിലേക്ക് കയറുക. അതുപോലെ തന്നെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. എൻറോൾമെന്റ് നമ്പറും പേരും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ ഏതൊക്കെ എക്സാം ആണെന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എക്സാമിന്റെ ഡേറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം എക്സാംസും കാര്യങ്ങളൊക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാ സ്റ്റുഡൻസും നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം എക്സാം ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്